ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുചരണാമൃതം എന്ന ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഗുരുവിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിലാണ് എനിക്ക് പറയാൻ കഴിഞ്ഞത്. ഗുരുവിൻ്റെയും ഗുരുപരമ്പരയുടെയും മാഹാത്മ്യം നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ്. എന്നിരുന്നാലും എൻ്റെ എളിയ പരിശ്രമത്തിലൂടെ ഗുരുവിൻ്റെ ഉപദേശങ്ങളും ഗുരു നൽകുന്ന പാഠങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നു. മോഹൻജിയുടെ ഒരു കോട്ട് വായിച്ചതിനു ശേഷം നമുക്ക് തുടങ്ങാം. നിങ്ങൾ നേടുന്നതെന്തോ അത് നിങ്ങളെയും തേടിക്കൊണ്ടിരിക്കുന്നു. അത് കർമ്മത്തിൻ്റെ നിയമമാണ്, ജീവിതത്തിൻ്റെ നിയമമാണ്. ഈ വീഡിയോയിൽ ഗുരുജിയുടെ അമൂല്യമായതിനെ തേടി എന്ന പുസ്തകത്തിലെ ഏതാനും ഭാഗങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ഗുരുജിയുടെ പിതാവായ ഡോക്ടർ ശ്രീ PK നമ്പൂതിരിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഗുരുജിയുടെ മിക്ക പുസ്തകങ്ങളും കൂടാതെ മറ്റു പല അമൂല്യ ഗ്രന്ഥങ്ങളും പരിഭാഷപ്പെടുത്തിയത് അദ്ദേഹമാണ്. മറ്റു ഭാഷയിലുള്ള പുസ്തകങ്ങൾ മലയാളികളായ നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാക്കുവാനും അതുവഴി നമുക്ക് വളർന്ന് ഉന്നതിയിലെത്തുവാനും വേണ്ടിയാണ് അദ്ദേഹം വളരെ പ്രായമായിട്ടും ഈ ഉദ്യമത്തിന് ഒരുങ്ങിയത്. ഇന്ന് അദ്ദേഹം നമുക്കൊപ്പമില്ല. 2025 ജനുവരിയിൽ അദ്ദേഹം ദേഹം വെടിഞ്ഞു. ആ പുണ്യാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യം അദ്ദേഹം ആമുഖമായി എഴുതിയത് ഞാൻ ചുരുക്കി വായിക്കാം. നാം ആരാണെന്നും ജീവിതധർമ്മം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നവയാണ് മോഹൻജിയുടെ ബ്ലോഗുകൾ. അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കാനുള്ള അവയുടെ കഴിവ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലുള്ള ഈ ബ്ലോഗുകൾ പരിഭാഷപ്പെടുത്തിയാൽ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഉപകാരമാകുമല്ലോ എന്ന് തോന്നാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ദീപ നായരെ പരിചയപ്പെടുവാൻ ഇടയായി. ഈ വഴിക്കുള്ള അവരുടെ ശ്രമത്തിൽ പങ്കുചേരാനും എനിക്ക് അവസരമുണ്ടായി. ആദ്യ മലയാള ബ്ലോഗ് 2011 ജൂലൈ 17 പ്രസിദ്ധീകരിച്ചു. ജോലി തിരക്ക് കാരണം അവർക്ക് കൂടുതൽ സമയം മാറ്റിവെക്കുവാൻ കഴിയാതെയായി. എൻ്റെ പ്രയത്നം ഞാൻ നിർത്തിയില്ല. IT മാനേജറായി ജോലി ചെയ്യുന്ന ശ്രീ സജേഷ് സുകുമാരൻ താൽപ്പര്യമെടുത്ത് മലയാളം ബ്ലോഗുകൾ വീണ്ടും ഉണ്ടാകുവാനുള്ള സാഹചര്യം ഒരുക്കി. തിരഞ്ഞെടുത്ത ചില പുസ്തക രൂപത്തിൽ പുറത്തിറക്കി. മനുഷ്യ നന്മയെ ലക്ഷ്യമാക്കിയുള്ള മാർഗോപദേശങ്ങളായ കഥകളാണ് ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളത്. തുറന്ന മനസ്സും ആത്മീയതയിലേക്ക് ചായ്വുമുള്ളവർക്കായിരിക്കും ഈ പുസ്തകം കൂടുതൽ പ്രയോജനപ്പെടുക. മനുഷ്യക്ഷേമമാണ് ലക്ഷ്യം. അതിന് ഈ പുസ്തകം ഉപകരിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഈ പുസ്തകത്തിൽ 10ഓളം കഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഞാനൊരു കഥ വായിക്കാം. ജീവിതത്തെ അന്വേഷിച്ച്. ഈ കഥ 3 ഭാഗങ്ങളായിട്ടാണ് എഴുതിയത്. മനുഷ്യൻ്റെ ശാശ്വതമായ വഞ്ചനകൾ. അതിലൊരു ഭാഗം ഞാൻ വായിക്കുന്നു. 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദേശസഞ്ചാരിയായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. ബാബ ആത്മാനന്ദ സദാ സഞ്ചരിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് രാസ്ത ബാബ എന്നറിയപ്പെട്ടു. ബാബ ഒരു ഭ്രാന്തനാണെന്നാണ് പലരും കരുതിയത്.
അദ്ദേഹം ഒരിക്കലും കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റിയോ ധരിക്കുന്ന വസ്ത്രത്തെ പറ്റിയോ ശ്രദ്ധിച്ചില്ല. എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കും. പലതവണ കാണികൾക്ക് അമ്പരപ്പുണ്ടാക്കിക്കൊണ്ട് പരസ്പര വിരുദ്ധമായി അദ്ദേഹം പെരുമാറിയിട്ടുണ്ട്. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് റോഡ് അടിച്ചുവാരി വൃത്തിയാക്കിയിടും. ആരെങ്കിലും പണം കൊടുത്താൽ ഭക്ഷണം വാങ്ങി പാവപ്പെട്ട കുട്ടികൾക്കും വൃദ്ധന്മാർക്കും മറ്റുള്ളവർക്കും അലഞ്ഞു നടക്കുന്ന മൃഗങ്ങൾക്കും വീതിച്ചു കൊടുക്കും. ഈ യത്നത്തിൽ വലിയ ആവേശം കൊള്ളുക കാരണം താൻ എന്തെങ്കിലും ഭക്ഷിക്കുന്ന കാര്യം ആഴ്ചകളോളം മറന്നുപോയെന്നും വരും. അദ്ദേഹം ഒരിടത്ത് 3 ദിവസത്തിലധികം താമസിച്ചിരുന്നില്ല. വളരെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു സിദ്ധനായി കരുതി കൂടെ യാത്ര ചെയ്തു. അദ്ദേഹം ആരെയും ശിഷ്യനായി കൂടെ കൂട്ടിയില്ല. എന്നാൽ അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ധൈര്യം കാണിച്ചവരുടെ ക്ഷേമത്തിൽ ശ്രദ്ധിച്ചു. ഒരു ദിവസം പെട്ടെന്ന് കൂടെയുള്ളവരോട് അദ്ദേഹം പറഞ്ഞു, കനത്ത കാർമേഘങ്ങളും ശക്തമായ മഴയും ഉണ്ടാകാൻ പോകുന്നു. പ്രക്ഷുബ്ധമായ പ്രകൃതി ശക്തികളിൽ നിന്ന് രക്ഷാസങ്കേതം കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും. നാം ചിന്നിച്ചിതറിപ്പോകും. കൂടെയുള്ളവർ ഭയാകുലരായി. എന്തു ചെയ്യണമെന്ന് അറിയാതെയായി. കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായാൽ എവിടെ താമസിക്കും? പലരും ബാബയെ വിട്ട് സുരക്ഷിതമായ സ്ഥലങ്ങൾ തേടിപ്പോയി. മറ്റു ചിലർ സമീപത്തു തന്നെ ഒരു അഭയകേന്ദ്രം ഉണ്ടാക്കാനോ ഏർപ്പാട് ചെയ്യാനോ ശ്രമം തുടങ്ങി. എന്നാൽ ബാബ കൂടുതൽ ദിവസം ഒരു സ്ഥലത്ത് തങ്ങുകയില്ല. അതായിരുന്നു പ്രശ്നം. അതുകൊണ്ട് അവർ ആസൂത്രണം ചെയ്ത പദ്ധതികൾ പ്രയോജനപ്പെടാതെ പോയി. ബാബ തങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പുള്ള കുറച്ചു പേർ മാത്രം മറ്റു സാധ്യതകളൊന്നും വകവയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. കഥയുടെ ഈ ഘട്ടത്തിൽ അവർ ദക്ഷിണേന്ത്യയിൽ ഒരു ക്ഷേത്ര നഗരത്തിൽ താമസിക്കുകയായിരുന്നു. രാത്രിയിൽ അവർ ക്ഷേത്ര സഞ്ചയത്തിൽ തന്നെ നിലത്ത് ഒരു തുണി വിരിച്ചു അതിൽ കിടന്നുറങ്ങി. 3 ദിവസം അവിടെ താമസിച്ചു. 3-ാമത്തെ രാത്രി ക്ഷേത്രത്തിലൊരു മോഷണം നടന്നു. രാജഭടന്മാർ കള്ളനെ പിടിച്ചു. തെളിവുകൾ ശേഖരിക്കാനായി അയാളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. അയാളെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഭടന്മാർ ചുറ്റും കൂടിയ കാഴ്ചക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും കള്ളനോട് പരിചയഭാവം കാണിക്കുകയാണെങ്കിൽ അയാൾ മോഷ്ടാവിൻ്റെ പങ്കാളികളാകുവാൻ സാധ്യതയുണ്ട്. ആരും പരിചയം കാണിച്ചില്ല. ബാബയുടെ മുമ്പിലെത്തിയപ്പോൾ കള്ളൻ അദ്ദേഹത്തെ നോക്കി. ബാബ പുഞ്ചിരിച്ചുകൊണ്ട് കൈയുയർത്തി അയാളെ അനുഗ്രഹിച്ചു. ഭടന്മാർ ബാബയെയും പിടികൂടി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ഭയന്ന് ഓടിപ്പോയി. യേശുവിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചെയ്തതുപോലെ രക്ഷപ്പെടാനായി അവരെല്ലാം ദൂരസ്ഥലങ്ങളിലേക്ക് പോയി. ഗുരുവിനെ അവർ പൂർണ്ണമായും കൈവിട്ടു. ആത്മാനന്ദ 3 രാത്രി തടവറയിൽ കിടന്നു. അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചതായി തോന്നിയില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കി അധികാരികൾ അദ്ദേഹത്തെ വിട്ടയച്ചു. ഏവരെയും അനുഗ്രഹിച്ച അദ്ദേഹം പതിവ് പോലെ യാത്ര തുടർന്നു. ആഴ്ചകളോളം ബാബ ഒറ്റയ്ക്കായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പതിവുകൾക്ക് വ്യത്യാസമൊന്നും വരുത്തിയില്ല. ചില അനുയായികൾ മേഘത്തെയും മഴയെയും കുറിച്ചുള്ള ബാബയുടെ പ്രവചനത്തിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കി. ചിലർ തിരിച്ചു വന്നു. ചിലർ എന്നേക്കുമായി വിട്ടുപോയി. മനുഷ്യബന്ധങ്ങൾ സ്വാഭാവികമാണ്. അതിന് സ്ഥിരതയില്ല. ഇന്ന് അഗാധ സ്നേഹവും തമ്മിൽ പിരിയാൻ കഴിയാതെയും തോന്നും. നാളെ അത് തികഞ്ഞ വെറുപ്പും വിദ്വേഷവുമായി മാറും. ബന്ധങ്ങൾ അത്ര ദുർബലമാണ്. അവ പ്രതീക്ഷകളിന്മേൽ പടുത്തു ഉയർത്തിയവയാണ്. പ്രതീക്ഷകൾ തകരുമ്പോൾ ബന്ധങ്ങളും തകരുന്നു. ജന്മം തോറും അസ്ഥിരതയുടെ ഈ ലോകസത്യം നാം അനുഭവിച്ചു തീർക്കുകയായിരുന്നു. അസ്തിത്വപരമായ ഈ അസ്ഥിരതയെ നമുക്ക് എന്നാണ് ശരിയായി മനസ്സിലാക്കാൻ കഴിയുക? എന്നാണ് സത്യത്തെയും നിത്യതയെയും അവലംബിക്കാൻ കഴിയുക? വിമോചനം നേടിയ പല ഗുരുക്കന്മാരും തങ്ങളുടെ ശിഷ്യന്മാർ അവരുടെ സ്വാസ്ഥ്യ മേഖലകളിൽ നിന്ന് തള്ളിമാറ്റപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശിഷ്യന്മാർ അസാധാരണമായ രീതികളിൽ പ്രതികരിച്ചിട്ടുമുണ്ട്.
ഗുരുവിനെക്കുറിച്ച് പ്രതീക്ഷകളും ഉറച്ച സങ്കല്പങ്ങളുമുള്ള ശിഷ്യന്മാർ മോഹഭംഗം വന്ന് ഗുരുവിനെ വിട്ടുപോകും. ഗുരുവിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. മരത്തെ പിടിച്ചു കുലുക്കുക, ഉണങ്ങി നിൽക്കുന്ന ഇലകൾ കൊഴിഞ്ഞു പോകണം. ഉറച്ച വിശ്വാസം ഉള്ളവർ മാത്രം ശേഷിച്ചാൽ മതി. വിശ്വാസമാണ് താക്കോൽ. വിശ്വാസം അവരെ ഗുരുവിൻ്റെ മാർഗദർശനത്തിലൂടെ ഏറ്റവും ഉന്നതമായതിലേക്ക് എത്തിക്കുന്നു. ഈ കഥയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. ജയ് മോഹൻജി.